അച്ഛാ, ഞാനൊന്ന് ഇറങ്ങട്ടെ. പോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ആയിക്കോട്ടെ. പിന്നെ ഇന്ദ്രനെ ഞാനൊരു യുദ്ധത്തിന് അയക്കുന്നൊന്നും തോന്നരുത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു കിട്ടുറപ്പും സ്ഥിരതയൊക്കെ ഉണ്ടാവണം. അതിന് പ്രതിസന്ധികളെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോയേ പറ്റൂ. എനിക്കറിയാം അച്ഛാ, ഞാൻ മാറേണ്ടടുത്ത് ഞാൻ തന്നെ മാറിയേ പറ്റുമെന്നാണ് അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയ പാഠം. ഇനിയെങ്കിലും ഞാനത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരിക്കും. മതി. നിങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയാ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മോൾക്ക് എന്തു തോന്നുന്നു? ഇന്ദ്രന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോകാൻ നീ തയ്യാറാണല്ലോ? അച്ഛൻ പറഞ്ഞാൽ ഞാൻ എവിടെയും പോവും. കൂടെ ഇന്ദ്രേട്ടനും വിച്ചുമോനും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പേടിക്കാനാ? പിന്നെ അച്ഛാ, സച്ചിയങ്ങളുടെ കയ്യിൽ നിന്നും ഇന്ദ്രേട്ടൻ 15 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ആ പേര് പറഞ്ഞ ഇന്ദ്രേട്ടനെ ഇന്ദ്രേട്ടന്റെ അമ്മ ഇന്ദുവിന്റെ തലയില് കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തിയത്. അത് അമ്മയുടെ ഒരു ശ്രമം മാത്രമായിരുന്നു. ഞാനോ സച്ചി സാറോ അതിന് സമ്മതം മൂളിയിട്ടില്ല. എന്നിരുന്നാലും ആ പണം തിരിച്ചു കൊടുക്കണം മോനെ. സാരമില്ല, ഞാൻ അതിന് വഴിയുണ്ടാക്കാം. അച്ഛൻ മനസ്സ് വെച്ചാ ഇന്ന് തന്നെ. ശരിയാ മോളെ. ഇന്ന് തന്നെ ഇന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് ആ പണം വരും. പറ്റിയ ഇന്ന് തന്നെ ഇന്ദ്രൻ അത് സച്ചിക്ക് തിരിച്ചു കൊടുക്കണം. ശരി മോനെ. എന്നാ ഞാൻ ഒരു നിമിഷം ഒന്ന് വരൂ. വാ മോനെ. ലക്ഷ്മി, കാലത്തിന്റെ വിളയാട്ടത്തിന് ഞാനിവരെ വീണ്ടും വിട്ടുകൊടുക്കാം. നിന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവണവർക്ക്. വിച്ചൂട്ടാ, അച്ഛൻ ഇറങ്ങട്ടെ. മോനും അമ്മയും നാളെ വാ. നാളെ മുതൽ അച്ഛനും അമ്മയും മോനും ഒരുമിച്ചായിരിക്കും കേട്ടാ. നാളെ കാണാം. ഇറങ്ങട്ടെ അച്ഛാ. ശരി, സൂക്ഷിച്ചൊക്കെ പോണേ മോനെ. ശരി.